നമ്മൾ ഭാരതീയരാണ്. 3 മാർഗങ്ങളിലൂടെ ഈശ്വരനെ തേടാമെന്നും ആർഷഭാരതത്തിൻ്റെ ഹൈന്ദവ ആഴമുള്ള സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 3 മാർഗങ്ങളിലൂടെ: 1 കർമ്മമാർഗം, 2 ജ്ഞാനമാർഗം, 3 ഭക്തിമാർഗം. ഇത് 3ഉം ആവശ്യമാണ്. ഉണ്ണിയേശു ജനിച്ചപ്പോൾ പുൽക്കൂട്ടിൽ അവനെ കണ്ടത് ഈ 3 മാർഗത്തിൽ വന്നവരാ. 1 കർമ്മമാർഗം, ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യണം. ഒരച്ഛൻ അച്ഛൻ്റെ ജോലി അന്തസ്സായിട്ട് ചെയ്യണം. ഒരപ്പൻ അപ്പൻ്റെ കടമ, ഒരമ്മ അമ്മയുടെ കടമ, രാഷ്ട്രീയക്കാർ അവരുടെ കടമ, പിതാക്കന്മാർ അവരുടെ ദൗത്യം. എന്താണോ ഒരു ജോലി അത് ഭംഗിയായിട്ട് ചെയ്യണം. അതിൽ യാതൊരു അയവും വരുത്താൻ പാടില്ല. പൂർണ്ണമായി കമ്മിറ്റഡ് ആകണം ചെയ്യുന്ന പണികളോട്. അതാരാണ് കാണിച്ചത്? ആട്ടിടയന്മാർ. ഇടയന്മാർക്കൊരു പണിയേ ഉള്ളൂ, ആട്ടുംപറ്റത്തെ നന്നായിട്ട് കാക്കുക. മൃഗങ്ങളിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ഈ ആട്ടുംപറ്റത്തെ കാക്കുക. ഉറക്കളിച്ചും ആട്ടിടയന്മാർ ആട്ടുംപറ്റത്തിന് കാവലിരുന്നു. കർമ്മം ഭംഗിയായിട്ട് ചെയ്തു. അവർ ക്രിസ്തുവിനെ കണ്ടെത്തി. കർമ്മമാർഗം, ഏൽപ്പിച്ച ജോലികൾ നൽകപ്പെട്ട സമയത്ത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. 2 ജ്ഞാനമാർഗം. എന്താ ജ്ഞാനമാർഗം? ശരിക്കും പഠിക്കണം. സമുദായത്തെക്കുറിച്ച് വായിച്ച് പഠിക്കണം. ബൈബിളിനെ കുറിച്ച് ആധികാരിക ശാസ്ത്രീയ വ്യാഖ്യാനങ്ങൾ വായിച്ച് പഠിക്കണം. പറയുന്നതെന്തിനും ഒരു ആധികാരികത വേണം. സഭയെക്കുറിച്ച്, സമുദായത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് അറിവ്. എന്തും വായിക്കുക, ഏതും വായിക്കുക. ആകാശത്തിലെ എന്തിനെക്കുറിച്ചും അല്പം അറിവ് നമുക്ക് ആവശ്യമാണ്. മുറിവൈദ്യൻ ആളെ പോലും അല്പം അറിവുള്ളവൻ അതുമാത്രം ശരിയാണെന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് പറയും. യഥാർത്ഥ അറിവുള്ളവർ വിനയപ്പെടും. അവർ ജ്ഞാനികളായിട്ട് മാറും. അതാണ് ബൈബിളിലെ 3 രാജാക്കന്മാർ, 3 ജ്ഞാനികൾ പൗരസ്ത്യദേശത്തുനിന്നും. 3 ജ്ഞാനികൾ. അവർ ശരിക്കും പഠിച്ചവരാ, ചുമ്മാ പിള്ളകളിയല്ല. ഈ വഴിപക്കത്തിൽ 4-ാം കൂലി കൈനോട്ടക്കാരുണ്ട്, അവരുടെ ടൈപ്പല്ല. അവർ വേണേൽ പറയും കയ്യെ നോക്കിയിട്ട് സഹോദര സഹോദരി സകലമാന രേഖകളും കാണുന്നു. ആയുർരേഖ, വിദേശരേഖ, സാമ്പത്തിക രേഖ, ആത്മീയ രേഖ, ആരോഗ്യരേഖ, ഭൂമധ്യരേഖ ഇല ഇവിടെ തന്നെ കാണുന്നു. സകല മണ്ഡലങ്ങളും മോശം. വ്യാഴമണ്ഡലം, ശുക്രമണ്ഡലം, ചൊവ്വാമണ്ഡലം, നിയോജക മണ്ഡലം എല്ലാം മോശമാണല്ലോ. വ്യാഴം കമന്ന് കിടക്കുന്നു, വെള്ളി മലന്ന് കിടക്കുന്നു, ശനി കുനിഞ്ഞു നിൽക്കുന്നു, ഞായർ ഞെളിഞ്ഞു നിൽക്കുന്നു. ഈ 3-ാം കട പീറകളുടെ കൈനോട്ടമുള്ളു. അതല്ല, ചില വാരഫലം പറയുന്നത് കാണാം. എന്താ പറയുക? ഭരണി നാളി പിറന്നോളെല്ലാം അടുത്ത ഒരാഴ്ച കാലം മാങ്ങ ഉപ്പിലിടാൻ സാധ്യതയുണ്ട്. ആ ടൈപ്പല്ല. അന്തസ്സോടെ പഠിക്കണം. ചുമ്മാ പൊട്ടും പേടും പഠിച്ചിട്ട് പറഞ്ഞു നടന്നാൽ അധികാരം വേണം പറയുന്ന കാര്യത്തിൽ. അതാണ് 3 ജ്ഞാനികൾ. നക്ഷത്രങ്ങളെക്കുറിച്ച്, സൗരജീവിതത്തെക്കുറിച്ച്, ക്ഷീരപഥത്തെക്കുറിച്ച് പഠിച്ചു. കൃത്യമായി നക്ഷത്രത്തെ പിന്തുടർന്നു, ക്രിസ്തുവിലെത്തിച്ചേർന്നു. നക്ഷത്രജ്ഞാനം, അറിവ് വേണം. ഇപ്പോൾ 1 കർമ്മമാർഗം, 2 ജ്ഞാനമാർഗം, 3 ഭക്തിമാർഗം. അതാരാ? മറിയം, യേശുവിൻ്റെ അമ്മയായ മറിയം. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ കഴിയുമ്പോൾ പുതിയ തലമുറയ്ക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു ചിന്ത: പള്ളിയും വേണ്ട, പട്ടക്കാരും വേണ്ട, കൂതാശയും വേണ്ട, ഉപദേശിയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ബൈബിളും വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് അറിവ് മതി. ചുമ്മാ മൊബൈലിൽ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഏതാണ്ടൊക്കെ കിട്ടുമെന്ന് കരുതുന്ന ഒരു ലോകത്തിൽ തമ്പുരാൻ പറയുന്നു, നമുക്ക് ഭക്തി വേണം. കാരണന്മാർ പഠിപ്പിച്ച വിശുദ്ധ സഭയുടെ പാരമ്പര്യങ്ങൾ, കൗമാ നമസ്കാരങ്ങൾ, ചൊല്ലുന്ന പ്രാർത്ഥനകൾ, വേദപുസ്തകം, ധ്യാനം, സുവിശേഷ പഠനം ഏത് സഭയിലും ഏതു സമൂഹത്തിലും ആചാര്യന്മാരോട് ചേർന്ന് നമ്മൾ പഠിക്കണം. ഇത് ഭക്തിമാർഗം. ഇത് 3 മാർഗത്തിൽ സഞ്ചരിക്കുവാൻ പകലോമറ്റം കരിമ്പന്നൂർ കുടുംബയോഗത്തിന് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ ഒരു കുടുംബമുണ്ട്. ആ കുടുംബം നമ്മുടെ മാതൃകയാക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു കുടുംബം പറയുന്നു, 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയം പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അടുത്ത നിമിഷം അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. കൽഭരണികൾ കഴുത്തോളം നിറയ്ക്കപ്പെട്ടു. 6 ഭരണികൾ. ക്രിസ്തുവിൻ്റെ കരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വെള്ളരി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം നവവധുവിൻ്റെ മുഖം പോലെ ചുവന്നു കൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി വാരിക്കോരി വിളമ്പി. അവിടെ വിരുന്നുവാഴി ചോദിക്കുന്ന ചോദ്യമുണ്ട്. എല്ലാവരും മുന്തിയനം ആദ്യം വിളമ്പുന്നു. ലഹരി പിടിക്കുമ്പോൾ താഴ്ന്നു തരും. നന്ദി അവസാനം വരെ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ നാട്ടിൽ 2 കരകൾ. 1 യൂദയാ പ്രദേശം, 2 ഗലീലി പ്രദേശം. 2 കാനാ എന്ന പേരിൽ ഓരോ സ്ഥലം. തെറ്റാതിരിക്കാൻ പറയുന്നു, ഇത് ഗലീല പ്രദേശത്തെ കാനായി. വിവാഹവിരുന്ന് നടക്കും.
നമ്മുടെ വിവാഹ രീതിയും യഹൂദരുടെ വിവാഹ രീതിയും തമ്മിൽ വലിയ വ്യത്യാസം. നമ്മുടെ നാട്ടിൽ ഫെബ്രുവരി മാസം 6-ാം തീയതി ഒരു കല്യാണമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ 5-ാം തീയതി വൈകിട്ട് വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും. 6-ാം തീയതി പള്ളിയിൽ വരും, കർമ്മത്തിൽ പങ്കെടുക്കും, ഭക്ഷണം കഴിച്ച് പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് യാത്രയാകും. നമ്മുടെ രീതി അങ്ങനെ. ചില ആൾക്കാർ പള്ളിയിൽ കൂടെ പോവുകയല്ല, പട്ടി കശാപ്പുകളിൽ എല്ലി തിന്നാൻ പോകുന്ന പോലെ പാരിഷുകളിൽ കോഴിക്കാല് കടിക്കാൻ പോകും. അത് പട്ടിയുടെ സംസ്കാരമാണ്, ക്രൈസ്തവ പാരമ്പര്യമല്ല. ആദ്യം ദേവാലയത്തിലെ വിശുദ്ധ കർമ്മം, അത് കഴിഞ്ഞുള്ളതാണ് ഭക്ഷണം എന്നൊക്കെ പറയുക. അത് യഹൂദരുടെ രീതി അങ്ങനെയല്ല. ഫെബ്രുവരി 6-ാം തീയതി കല്യാണം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ ക്ഷണിക്കപ്പെട്ടവർക്ക് ക്ഷണിച്ച വീട്ടിൽ ചെല്ലാം. അങ്ങനെ ചെല്ലുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാണ് വീഞ്ഞ്. ആരും ഓർത്തേക്കല്ല, ഇവിടുത്തെ പോലെ പൂസാകുന്ന കള്ളുകൂടിയല്ലത്. ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ് ഇസ്രയേൽ വീഞ്ഞ്. ഒരു പാത്രം വീഞ്ഞ് വെച്ചോ ദൈവാനുഗ്രഹം മുമ്പിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകൻ പറയുക, നിന്റെ വീട്ടിലെ തീരാത്ത ദൈവാനുഗ്രഹം അതിൻ്റെ പ്രതീകമാണ് നിന്റെ ഭരണിയിലെ ഒഴിയാത്ത വീഞ്ഞ്. ഇന്ന് ഈ കുടുംബയോഗം കഴിഞ്ഞ് 4 മണിക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ കുടിക്കുന്ന ഏതെങ്കിലും കെട്ടിയവനുണ്ടെങ്കിൽ ഭാര്യയോട് പറഞ്ഞേക്കല്ലേ, എടി ജോസഫ് അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ വീട്ടിലെ തീരാത്ത ദൈവാനുഗ്രഹമാണ് കുപ്പിയിലെ ബ്രാൻഡി, അലമാരിയിലെ വിസ്കി. അങ്ങനെ വെക്കാൻ വേണ്ടിയല്ലല്ലോ. ഈയിടെ ഒരു ചെറുപ്പക്കാരൻ 5 കുപ്പി കിങ് ഫിഷർ ബീർ മേടിച്ച് ഫ്രീസറിൽ വെച്ചു. തള്ള ചോദിച്ചു, നീ കുടി തുടങ്ങിയോ? അവൻ ഇല്ലമ്മേ, പിന്നെ എന്താണ്? അവൻ പറഞ്ഞു, ഇന്ത്യയുടെ സ്വത്ത് കട്ടുകൊണ്ട് പോയ വിജയമല്യയുടെ സ്വത്ത് ഞാൻ മരപ്പിക്കുകയാണ് ഇതിനകത്ത് വെച്ചിട്ട്. അപ്പം കുടിക്കുന്നവർക്ക് ന്യായീകരണമുണ്ട്, അതിന് നീതീകരണമുണ്ട്. അപ്പോൾ വീഞ്ഞില്ലേ നാണക്കേട്. ക്ഷണിക്കപ്പെട്ടവർക്ക് എപ്പോൾ വേണേലും വരാം. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ഏത് സമയത്ത് വരാം, പാതിരാത്രി എങ്കിൽ പാതിരാത്രി. അതുകൊണ്ടാണ് മത്തായി 25 മണവാളൻ അർദ്ധരാത്രിയിൽ വന്നു. നമ്മൾ ഇവനേതോ പെണ്ണുപിടിയൻ ചെറ്റ പൊളിക്കാൻ പാതിരാത്രിക്ക് വന്നു അല്ല. ഏത് സമയത്തും ക്ഷണിക്കപ്പെട്ടവർക്ക് ക്ഷണിച്ച വീട്ടിൽ ചെല്ലാം. ഒരാഴ്ചക്കാലം അവിടെ ചെല്ലുമ്പോൾ വീഞ്ഞില്ലെങ്കിൽ ദൈവാനുഗ്രഹമില്ല. വീഞ്ഞ് തീർന്നു പോയോ ദൈവാനുഗ്രഹമില്ല. ഇപ്പം ദൈവാനുഗ്രഹമില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കത്തില്ല. ഇതാണ് പശ്ചാത്തലം. ഇപ്പം ഇവരെന്ത് ചെയ്യുക, വീട്ടിൽ ചെല്ലുക, ക്ഷണക്കത്ത് കൊടുക്കുക, ഒരു ഓവർകോട്ട് കിട്ടും, അതും പുതച്ചുകൊണ്ട് ചെല്ലുമ്പം കഴുത്തറ്റം കുടിക്കാം, മൂക്കറ്റം തിന്നാം, ഏമ്പക്കം വിടാം. പോകുമ്പോൾ കോട്ട് ഊരി കൊടുക്കുക, കത്ത് മേടിച്ച് കൈപ്പിടിക്കുക, വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക. നാളെ രാവിലെ കത്തെടുക്കുക, കൊണ്ട കൊടുക്കുക, കോട്ടിടുക, പിന്നെയും കഴിക്കാം. 7 ദിവസം ഇസ്രയേലിന് ഇന്നുമുള്ള പരിശുദ്ധ പാരമ്പര്യം. ബൈബിളിൽ ആർത്തിപ്പണ്ടാരമായ ഒരു മനുഷ്യൻ കത്തെടുക്കാൻ മറന്നുപോയി, കോട്ടിടാൻ മറന്നുപോയി, കല്യാണപ്പന്തലിലേക്ക് ഇടിച്ചു കയറി, ചെവിക്ക് പിടിച്ചു നോക്കി പുറത്തേക്ക് വിട്ടു. കാരണം മിനിമം ഒരുക്കം, വിവാഹ വസ്ത്രം പുതച്ചില്ല, അത്ര ഒരുക്കം പോലും ഇവൻ കാണിച്ചില്ല. എല്ലാവരും കയറി ഇറങ്ങി ഒരാഴ്ച എല്ലാം കുടിച്ചു തീർത്തപ്പോഴാ കർത്താവായ യേശു ചെല്ലുന്നു. യേശു ചെന്നപ്പം കുറേ പേര്, വിളിക്കാത്ത കുറേ പേര് യേശുവിനെ കാണാൻ വേണ്ടി വന്നു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാർ ഒരിടത്ത് വന്നാൽ വിളിക്കാത്ത ലോക്കൽ നേതാക്കന്മാർ കൂട്ടത്തിൽ ഒപ്പം വരും. അത് സാധാരണ രാഷ്ട്രീയത്തിലുണ്ട്. നിങ്ങളൊക്കെ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആര്യഭവൻ, വസന്തഭവൻ, ശരവണഭവൻ, ഉടുപ്പി ഹോട്ടൽ, ഇന്ത്യൻ കോഫി ഹൗസ് ചെന്ന് ഓർഡർ കൊടുക്കും. ചപ്പാത്തി, നെയ്റോസ്റ്റ്, പൂരി മസാല, മസാല ദോശ. പക്ഷെ ഓർഡർ കൊടുക്കാത്ത വയ്യാവേലി ഒരു നാണമില്ലാതെ പ്ലേറ്റിൽ കയറി കുത്തിയിരിക്കും. തൊളവട എന്ന് പറയുന്ന ഉഴുന്നുവട. പിന്നെ മര്യാദ ഉള്ളത് അവൻ്റെ മോന്തയ്ക്ക് തെറിയല്ല, തിന്നിട്ട് പോരും. കാനായിലെ വീട്ടിൽ വിളിക്കാത്ത ഉഴുന്നുവടകൾ ഉരുണ്ട് കയറി വന്നു. ഇത്രയും പേര് വന്നപ്പം കുടിക്കാൻ കൊടുക്കാൻ വീഞ്ഞില്ല. നാണക്കേടിൽ മറിയം പറഞ്ഞ മോനെ വീഞ്ഞില്ല. ആ നിമിഷം കൽഭരണികൾ 6 എണ്ണം നിറയ്ക്കപ്പെട്ടു. ബൈബിളിൻ്റെ അക്കശാസ്ത്രത്തിൽ 6 അപൂർണത, 7 പൂർണ്ണത. കാനായിൽ അപൂർണതയാണ് 6 ഭരണികൾ. വെളിപാട് പുസ്തകത്തിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന നെറ്റിയുടെ ആ ജീവിയുടെ നെറ്റിയിൽ അപൂർണതയുടെ പൂർണ്ണത 3 ആറുകൾ. 6 6 6 666. തമ്പുരാൻ വരുമ്പോൾ പൂർണ്ണത, അവനില്ലെങ്കിൽ അപൂർണത എന്നാണ് വേദപുസ്തകത്തിൻ്റെ അക്കശാസ്ത്ര വ്യാഖ്യാനം. അപ്പം അവിടെ 6 ഭരണി. ഇപ്പം ക്രിസ്തു പറഞ്ഞു വെള്ളം നിറയ്ക്ക്. നിറച്ച ഭരണിയുടെ മേൽ കരങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വെള്ളി വെളുത്ത പച്ചവെള്ളത്തിൻ്റെ മുഖം ചുമന്നു തൊടുത്തു. വീര്യമുള്ള വീഞ്ഞായി വാരിക്കോരി വിളമ്പി. ഇനി ഇതിൻ്റെയും ചരിത്ര പശ്ചാത്തലം ഇനി ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിൽ വേണം. ഇസ്രയേലിലെ പാരമ്പര്യമാണ്, ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പെങ്കൊച്ചാണെങ്കിൽ അവൾ ഉണ്ടാകുന്ന അന്ന് അവിടെ ഓർമ്മയ്ക്കായി അപ്പനും അമ്മയും കൂടി ഇന്നും 1 ഭരണി വീഞ്ഞ് എടുത്തു വെക്കണം. പാവപ്പെട്ട കുടുംബത്തിൽ ചെറിയ ഭരണി.
ഇടത്തരം കുടുംബത്തിൽ ഇടത്തരം ഭരണി, സമ്പത്തുള്ള കുടുംബത്തിൽ മുഴുത്ത ഭരണി, ഒന്നേ കട്ടിക്കീഴ്, അല്ല പത്താഴത്തിൽ, അല്ലെ തട്ടുംപുറത്ത്. ഓരോ ജന്മദിനത്തിലും ഓരോ ഭരണി വീഞ്ഞ് അപ്പനും എടുത്തു വെക്കണം പെണ്ണിന് വേണ്ടി. അവിടെ കല്യാണം ഉറപ്പിക്കുന്നത് 13-ാം വയസ്സിൽ. 13 വയസ്സാകുമ്പോൾ ഇവൾക്ക് വേണ്ടി അപ്പനും അമ്മയും കൂടി 13 ഭരണി വീഞ്ഞ് കരുതി വച്ചിരിക്കും. ഏറ്റവും വീര്യമുള്ളത് 1-ാം ജന്മദിനത്തിലെ പഴക്കമുള്ളത്, അതാണ് മുന്തിയനം. ആർക്ക് കൊടുക്കണം? ചെറുക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണം. അത് തീർന്നോ? നാണക്കേട്. തീർന്നുപോയി. മറിയം പ്രാർത്ഥിച്ചു, പുത്രൻ പ്രവർത്തിച്ചു. ഭരണികളിലെ വെള്ളം 13 വർഷം പഴക്കമുള്ള വീഞ്ഞിനേക്കാൾ വീര്യമുള്ളതായി മാറി. അത് കൊടുത്തൊരു വിരുന്നുവാഴി പറയുന്ന വാക്കുണ്ട്. എല്ലാവരും മുന്തിയനം ആദ്യം വിളമ്പുന്നു, പൂസായി കഴിയുമ്പോൾ താഴ്ന്ന തരവും. പക്ഷെ നീ നല്ല വീഞ്ഞ് അവസാനം വരെ സൂക്ഷിച്ചു വെച്ചല്ലോ. എല്ലാ ജീവിതാന്തസ്സിലും നല്ലത് ആദ്യം വിളമ്പും. ലഹരി പിടിക്കുമ്പോൾ മോശം. അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പുത്തൻ അച്ഛന്മാർ പട്ടം കിട്ടി ആദ്യകാലങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കണ്ടാൽ തോന്നും ഈ അച്ഛനാണ് കുർബാന കണ്ടുപിടിച്ചയാൾ. നീട്ടി കുറുക്കി പരത്തി ഏങ്ങലടിച്ച് നാടകം പോലെ ബലിയർപ്പിക്കുന്ന വൈദികരെ കണ്ടിട്ടുണ്ട്. ചില കൊച്ചച്ചന്മാരൊക്കെ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ കുരിശിൻ്റെ നീളം പരലോകം മുതൽ പാതാളം വരെയാണ്, നീണ്ട കുരിശ്. പക്ഷേ 15 വർഷം കഴിഞ്ഞ് അച്ഛൻ ആശീർവാദം കൊടുക്കുന്ന കണ്ടാൽ പൂച്ച മണ്ണ് മന്തി പോലെ, ഇത്രയേ ഉള്ളൂ. വീര്യം പോയി, ലഹരി പോയി. ഇത് ദമ്പതിമാർക്കും. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പൊന്നേ തേനേ ചക്കര മുത്തേ പാലേ വയമ്പേ. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കോ വീര്യം പോയി. ആ വീര്യം പോയി. കഴിഞ്ഞ 50 നോയമ്പിൽ ഒരു കത്തോലിക്ക പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുക. ഇപ്പം കത്തോലിക്ക സഭയിൽ 50 നോയമ്പിൽ ഒരു ഭക്തികർമ്മമുണ്ട്, കുരിശിൻ്റെ വഴിയിൽ നിന്നും പറഞ്ഞ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ചിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോൾ 60 വയസ്സുള്ള സ്ത്രീ വീർത്ത മുഖമായിട്ട് മുമ്പിൽ, 65കാരൻ കെട്ടിയവൻ വീർപ്പിച്ച മുഖമായിട്ട് പിമ്പിൽ. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കുരിശ് മുമ്പിലും പോകുന്നു, കുരിശിൻ്റെ വഴിക്ക് ചേട്ടനും പോകുന്നു. ആദ്യം നന്നായി ആരംഭിച്ച് പിന്നീട് തണുത്തു പോകുന്ന, മരച്ചു പോകുന്ന കുടുംബ ജീവിതങ്ങളുണ്ട്. ക്രിസ്തു വരുമ്പോൾ വീര്യം കൂടും, അവനില്ലേ വീര്യമില്ല. വെള്ളത്തിൽ നിന്നും വീഞ്ഞിലേക്ക് വളരണോ? ക്രിസ്തു കൂടെ വരണം. വെള്ളം ഇഷ്ടം, വീഞ്ഞ് സ്നേഹം. വെള്ളം ഇഷ്ടം, സ്നേഹം വീഞ്ഞ്. നമുക്കറിയാം, ക്രിസ്തു കൊണ്ടോ വെള്ളം വീഞ്ഞാവും. ക്രിസ്തു കൊണ്ടോ അച്ഛൻ അൾത്താരി കുർബാന അർപ്പിക്കുമ്പോൾ വീഞ്ഞ് രക്തമാവും. ക്രിസ്തു വരുമ്പോൾ ഡെൻസിറ്റി വർദ്ധിക്കും, സാന്ദ്രത വർദ്ധിക്കും. ക്രിസ്തുവില്ലേ അൾത്താരിയിലെ രക്തം വെറും വീഞ്ഞ്, വീഞ്ഞ് വെറും വെള്ളം. ക്രിസ്തുവുള്ള ഒരു സ്ത്രീക്ക്, ഒരു ഭർത്താവിന് കുടുംബത്തിൽ തറ തൂത്തുവാരുമ്പോഴും പാത്രം എടുക്കുമ്പോഴും പ്ലേറ്റ് തുടയ്ക്കുമ്പോഴും വീര്യം. എന്തിനും വീര്യം. ക്രിസ്തുവില്ലേ ഒരു വീര്യമില്ല. വീര്യമില്ലാത്ത പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, വീര്യമില്ലാത്ത ആണുങ്ങളെയും കണ്ടിട്ടുണ്ട്. ഒരു വീര്യമില്ല. ആൻറ്റിയെ അങ്കിൾ എവിടെ പോയതാ? ആ എപ്പം വരുമെന്നറിയാമോ? ഓ ഈ കോട്ടായിട്ട് പോലെ വീര്യം ചോർന്നു പോയി. വീര്യം. ഇപ്പോൾ കുടുംബത്തിൽ വീര്യമാണ്. അച്ഛന് സുവിശേഷവില് വീര്യമാണ്. പാസ്റ്ററിന് സുവിശേഷവില് വീര്യമുണ്ട്. പിതാവിന് ശുശ്രൂഷയിൽ വീര്യമാണ്. വീര്യമുള്ളപ്പോഴാണ് ജനത്തെ നയിക്കാൻ പറ്റുക. ഇല്ല, തീർന്നു. നമ്മൾ 2 വാക്ക് ഇംഗ്ലീഷിൽ പറയും. ഒന്ന് ഫിനിഷ്, 2 കംപ്ലീറ്റ്. രണ്ടും വ്യത്യാസം. നല്ല പെണ്ണ് കിട്ടുന്ന ചെറുക്കന് അവൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയി. നല്ല പുരുഷനെ കിട്ടുന്ന പെണ്ണിന് അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയി. പക്ഷെ ഒരു മുതുപിശാചി വന്നു കയറിയോ ജീവിതം ഫിനിഷായി എന്നാണ് പറയുക. അപ്പം ഡെൻസിറ്റി വരുമ്പോൾ ജീവിതം കംപ്ലീറ്റ് ആവും, ഫിനിഷ് ആവുമല്ല. നമുക്ക് പരിചയമുള്ള 2 വാക്കാണ്. ഒന്ന് ജല്ലിക്കെട്ട്, 2 താലിക്കെട്ട്. രണ്ടും കേട്ട് പരിചയമുണ്ട്. ജല്ലിക്കെട്ട് തമിഴ്നാട്ടില്ല. മര്യാദയ്ക്ക് നിൽക്കുന്ന കാളയെ ഇളകാൻ വേണ്ടി അഴിച്ചു വിടുന്നത് ജല്ലിക്കെട്ട്. താലികെട്ടോ അഴിഞ്ഞു നടക്കുന്ന മൂരിയെ മര്യാദയ്ക്ക് പിടിച്ചു കെട്ടുന്നത് താലികെട്ട് എന്നാണ് പറയുക. ഇപ്പം ദൈവം ചേർത്ത് വെച്ചു, ഒരുമിച്ചാക്കി സ്നേഹത്തിൻ്റെ കൂടാരത്തിൽ ദൈവം ഒന്നിച്ച് പാർപ്പിച്ചു. ഈ സാന്ദ്രത വർദ്ധിക്കും. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വർണത്തിൻ്റെ നിറക്കം, ബ്ലൗസിൻ്റെ മിനുക്കം, വയറിൻ്റെ ഷേപ്പ്, പല്ലിൻ്റെ നിരപ്പ്, മുടിയുടെ കറുപ്പ്, ഇതെല്ലാം ഭയങ്കര ഇഷ്ടം. പക്ഷേ 75-ാം വയസ്സിൽ മുടി നരയ്ക്കുമ്പോഴും പല്ല് പറിയുമ്പോഴും മോണ ഒട്ടുമ്പോഴും കൺപോളയിൽ പീളയടിയുമ്പോഴും ഇഷ്ടമല്ല. പിന്നെ സ്നേഹം. ഒരു ഹോട്ടലിൽ 80കാരൻ ഭർത്താവും 75കാരി ഭാര്യയും കൂടി ഒരുമിച്ചിരുന്ന മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കുന്നു. കുറേ കോളേജ് പിള്ളേർ ഇടിച്ചു കയറി.
അവർ 2 റൗണ്ട് കഴിച്ചിട്ടും ഈ അങ്കിളും ആൻറ്റിയും തീരുന്നില്ല. അപ്പം അവർ നോക്കുമ്പോൾ ആദ്യം അങ്കിൾ കഴിക്കും, പ്ലേറ്റ് പൊക്കി കൊടുക്കും, ആൻറ്റി കഴിക്കും. ആൻറ്റി കഴിക്കും, പ്ലേറ്റ് തള്ളി കൊടുക്കും, അങ്കിൾ കഴിക്കും. അങ്കിൾ കഴിക്കും, പ്ലേറ്റ് ഉന്തി കൊടുക്കും, ആൻറ്റി കഴിക്കും. ആൻറ്റി കഴിക്കും, അത് നിരത്തി കൊടുക്കും, പിന്നെയും അങ്കിൾ കഴിക്കും. പിള്ളേർ പറഞ്ഞു, അങ്കിൾ ആൻറ്റി പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ പിടിച്ച് കഴിക്കുന്നത്. ഞങ്ങളുടെ വക ഒരു മിക്സഡ് റൈസും ചില്ലി ചിക്കനും സ്പോൺസർ ചെയ്യുന്നു. ഉടനെ അപ്പം പറഞ്ഞു, വേണ്ട ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. അതെന്താ? ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. എന്താ ഷെയർ ചെയ്യുന്നത്? ഞങ്ങളുടെ പല്ല്, അതാണ് ഷെയർ ചെയ്യുക. ആദ്യം അങ്കിൾ കഴിക്കും, പിന്നെ ആൻറ്റിക്ക് കൊടുക്കും, ആൻറ്റി കഴിക്കും, അങ്കിളിന് കൊടുക്കും. ഇതാണ് ഇഷ്ടം, സ്നേഹമെന്ന് പറയുക. അപ്പം അവൻ വരുമ്പോൾ ഡെൻസിറ്റി വർദ്ധിക്കും, ഇഷ്ടം മാറും, അത് സ്നേഹമായിട്ട് മാറും. അങ്ങനെ മാറുന്ന ദാമ്പത്യം ഉണ്ടാകും. കുടുംബത്തിൽ 3 തലങ്ങളെ ചിന്തിക്കുക. 1 ഭാര്യാഭർത്തൃ ബന്ധം, 2 മക്കൾ മാതാപിതാക്കൾ ബന്ധം, 3 സഭയുമായുള്ള ബന്ധം. ആ 3 തലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ വളരണം. പകലോമറ്റം കരിമന്നൂർ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ 3 തലങ്ങളിൽ വളരുവാനുള്ള തീരുമാനം പുതുവർഷത്തിലെ ഈ ജനുവരിയുടെ ഈ സെക്കൻഡ് സാറ്റർഡേയിൽ നമ്മൾ തീരുമാനിക്കണം. 1 ഭാര്യാഭർത്തൃ ബന്ധം. എന്താ ഭാര്യാഭർത്തൃ ബന്ധം? കുടുംബത്തിൽ എപ്പോഴും ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയുക, മക്കൾ കാണുന്നത് അടുത്തിരുന്ന് മിണ്ടുന്ന, കൊച്ചുവർത്താനം പറയുന്ന, ചിരിച്ചു കളിക്കുന്ന ഭർത്താവിനെയും ഭാര്യയും നിങ്ങളുടെ മക്കൾ കാണണം. നിങ്ങളുടെ മക്കൾ കാണണം. ഒരുമിച്ചിരുന്ന വർത്താനം പറിച്ചില്ല. ഒരു സ്ത്രീ പറഞ്ഞ, എൻ്റെ അച്ഛ എനിക്കെൻ്റെ കെട്ടിയവനെ കാണുമ്പോൾ ഒരു തൊഴി കൊടുക്കാനാണ് തോന്നുന്നു. അതെന്നാടി? ആദ്യ രാത്രി 12 മണിക്ക് പുതപ്പിന് കീഴെ ചൂട് പഠിച്ച് കിടക്കുക, മുട്ടി ഒരുമി. 12 മണിക്ക് ഞാൻ ചാടി എന്നിട്ട് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടിയെന്ന്. ഇതെന്നാ വെച്ചാ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ ചിന്തയെന്നെ അങ്ങനെ ചോദിച്ചത്. വിവാഹത്തിന് ഒരുക്കിയ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞായിരുന്നു, പുതുജീവിതം തുടങ്ങുമ്പോൾ വിഷയങ്ങൾ തീരുമ്പോൾ വിഷയം തീരാതിരിക്കാൻ മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കി വർത്താനം പറയണം. എൻ്റെ അച്ഛ ഒരു പുത്തൻ ജീവിതം ആരംഭിച്ചല്ലേ, അവിടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ടതാ. സംസാരം വേണം. ഒരു കുടുംബത്തിൽ എപ്പോഴും അടുത്തിരുന്ന് വർത്താനം പറയുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് കുർബാനയ്ക്ക് പോകുന്ന, ഒരുമിച്ച് ബൈബിൾ പഠിക്കാൻ പോകുന്ന ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ വളരുക. കുടുംബത്തിൽ ഇത് ആവശ്യമാണ്. അത് കുഞ്ഞുങ്ങൾ പഠിക്കണം. ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നു പോയാൽ മാത്രം പോരാ, പരമാവധി നമ്മൾ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ ദമ്പതികൾ കാണിക്കണം. ആ കുടുംബത്തിന് എന്നും വീര്യമുണ്ട്, എന്നും സന്തോഷമുണ്ട്, എന്നും ഒരു സമാധാനമുണ്ട്. അത് കുടുംബത്തിൽ അണയാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒപ്പം നമ്മൾ ഓർക്കണം, ചെറുപ്പക്കാർ ദമ്പതിമാർ പ്രായമായ മാതാപിതാക്കൾക്ക് നല്ല സ്നേഹവും പരിഗണനയും കൊടുക്കണം. നിങ്ങൾ ഒരുപാട് പേരും യുവത്വത്തിലൂടെ കടന്നു പോകുന്ന ദമ്പതിമാരാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള അപ്പനും അമ്മയുണ്ടോ, പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കണം. നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും സംസാരിക്കുന്ന രീതി, പെരുമാറുന്ന രീതി നിങ്ങളുടെ മക്കൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതെപ്പോഴും ഓർക്കുക. കുറേ നാൾ മുമ്പ് ഒരു സംഭവം കേട്ടു. ഒരു വീട്ടിൽ 80-കാരൻ അപ്പൻ, 78-കാരി അമ്മ. അപ്പൻ്റെ പുറത്തെ തൊലിയെല്ലാം പൊട്ടിയിട്ട് വ്രണമാണ്. അപ്പം അങ്ങനെ ദുർഗന്ധമായപ്പോൾ ഈ അമ്മ പൊടിയിടുന്നു, കരിക്കുന്നു, എണ്ണ തുടച്ചു കൊടുക്കുന്നു, ചൂടുവെള്ളം കൊണ്ട് മുപ്പി കൊടുക്കുന്നു. കെടാമുട്ടന്മാർ 3 ആമക്കളും അവിടെ ഭാര്യമാരുമുണ്ട്. അവർക്ക് ഇവരെ വളർത്തിയ അപ്പനെ നോക്കാൻ അറപ്പാണ്. ഈ അമ്മ തന്നെ വേണം ചെയ്യാൻ. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ 3 അവന്മാരും ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല, അപ്പൻ്റെ മുറിയിൽ നിന്ന് എഴുന്നേക്കത്തില്ല, കട്ടിലേന്ന് പൊങ്ങത്തുമില്ല. ആൾക്കാർ അമ്മയോട് ചോദിച്ചത് തന്നെ, വീതം വല്ലതും കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ മക്കൾക്ക് ഈ മാറ്റം. അമ്മ പറഞ്ഞു, വീതം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, 3 മാസം മുമ്പ് ഞാൻ ഈ പൊടിക്കൈ കാണിച്ചു, അതിൻ്റെ ഇഫക്റ്റാ. എന്താ കാണിച്ചത്? 3 മാസം മുമ്പ് ഈ അപ്പനെ നോക്കാനായി സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തിയതാ. പിന്നെ ഇവന്മാർ മുറിയിൽ നിന്ന് പോകത്തുമില്ല, കട്ടിലേന്ന് പൊങ്ങത്തുമില്ല, ഇവിടെ എഴുന്നേക്കത്തുമില്ല. അപ്പനെ കുളിപ്പിക്കുന്നവരെ ഒരു ഹോം നേഴ്സിൻ്റെ സാന്നിധ്യം വേണം, ഒരു ബോണസ് പോയിൻ്റായിട്ട്. അവിടെയാണ് പറയുക, പ്രായമായ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഒന്നുമില്ലേ, രോഗാവസ്ഥയിൽ അപ്പനും അമ്മയും കിടപ്പുണ്ടോ? നിങ്ങളുടെ അപ്പനും അമ്മയും പ്രായമായി കിടപ്പുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അച്ഛന്മാരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുചെല്ലണം. നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നവരെ കൊണ്ടുചെന്ന് അടുത്ത് ചെന്ന് പ്രാർത്ഥിപ്പിക്കണം. അവർക്ക് തോന്നണം, ഇന്നും സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾക്കൊരു വിലയുണ്ട്. അപ്പൻ്റെ കണ്ണ് കാണുകയെന്നും പറഞ്ഞ് ദൂരക്കൂടെ പോവുകയല്ല, അപ്പന് തൊടാവുന്ന ദൂരത്തിൽ ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കുകയല്ലേ,
തൊണ്ട പൊട്ടുന്ന വർത്താനം പറഞ്ഞു. ഒന്നുമില്ല, മൂളി കേൾക്കണം. കാരണന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കൾ മൂളി മൂളി കേൾക്കുന്നത്. നീ കേൾക്കുന്നുണ്ടോടാ, നീ കേൾക്കുന്നുണ്ടോടി ചോദിക്കുന്ന കേൾക്കാം. മൂളി കേൾക്കണം. ചില മക്കളും മറ്റും മൂളുന്നത് കേട്ടാൽ പൊമറേനിയം പറ്റി കുറയ്ക്കുന്ന പോലെ ചില ആൾക്കാരുടെ മൂളിച്ച ഓ യാ. ഒരു മകൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 4 വർഷം കൂടി. പ്രായമായ അമ്മയ്ക്ക് വയസ്സ് 85. അമ്മ പറഞ്ഞു, മോനെ പിത്തം കഫം ചുമ കൊര, അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം. അമ്മ പറഞ്ഞു യാ. ഏമതാമ്മ അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ചൊറിഞ്ഞു കയറുക. അമ്മ പറഞ്ഞു, മോനെ മാസം കാഴ്ചയാണ കുഴമ്പ് ഗുളിക മരുന്ന് 850 രൂപ മാസമാകും. ഞാൻ തരുന്നുണ്ടല്ലോ. പിന്നെയും അമ്മ പറഞ്ഞു, മോനെ അതൊക്കെ പോട്ടെ, അമ്മയുടെ മുണ്ടും ചട്ടയും കവണിയും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി ഒന്നുമല്ല മോനെ, പഴയ പെരേലിയാ അത് വെട്ടി തോരെ കളഞ്ഞത്. അടുത്തിരിക്കണം, മൂളി കേൾക്കണം. അവർക്ക് തോന്നണം വിലയുണ്ട്, ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ വിലയുണ്ട്. നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് മക്കൾ കണ്ടുപിടിക്കുമല്ലോ. ഒരു 75 വയസ്സുള്ള അപ്പൻ ചാരികസേരെ കാലും നീട്ടി പത്രം വായിക്കുന്നു. പത്രം വായിച്ചപ്പോൾ 6 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണാടി ഊരിയിട്ട് കണ്ണൊന്നടയ്ക്കാവോ? വല്യപ്പൻ ചോദിച്ചു, കളിക്കാനാണോ? കണ്ണടച്ചാൽ പറയാം. വല്യപ്പൻ പറഞ്ഞു, പത്രവാന കയറ്റടാ, കണ്ണടയ്ക്കാം. പത്രം വായിച്ചു. ഇനി വാടാ കളിക്കാം. അടുത്ത് ചെന്നു, കണ്ണെ പിടിച്ച് നോക്കി. ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഹോ, ഇനി ഞങ്ങളുടെ ഈ വീട്ടിൽ സമാധാനമായെന്നാ തോന്നുന്നത്. അതെന്നാടാ? എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറയുന്നേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ. നമ്മളെങ്ങനെ പെരുമാറുന്നോ മക്കൾ കണ്ടുപിടിക്കുന്നു. പണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരുമിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ. ഉദാഹരണം, ഒരു കറുത്ത ലാൻഡ് ഫോൺ. അത് കറകറാന്നടിക്കുമ്പം അപ്പൻ ഓടി വരും, എനിക്കുള്ളതാന്നോർത്ത്. അമ്മയും ഓടി വരും, അമ്മയ്ക്കാന്നോർത്ത്. മക്കളും ഓടി വരും, പിള്ളേരും ഓടി വരും, എന്താ നടക്കുന്നതെന്ന് കാണാനായിട്ട്. ഇന്ന് എല്ലാവർക്കും ഓരോ കഷ്ണം പോലെ മൊബൈൽ ഫോൺ. അപ്പന് ഫോൺ വന്നു, മുറിയിലോട്ട് പോയി. അമ്മയ്ക്ക് ഫോൺ വന്നു, അടുക്കളയിലോട്ട് പോയി. മോന് ഫോൺ വന്നു, തോട്ടത്തിലേക്ക് പോയി. മരുമോക്ക് ഫോൺ വന്നു, മുറ്റത്തേക്ക് പോയി. പിള്ളേർ എങ്ങോട്ട് പോകണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന കുടുംബങ്ങൾ. പണ്ട് വീടിന് നല്ല തിണ്ണയുണ്ടായിരുന്നു, വലിയ വരാന്ത. പ്രായമുള്ള വല്യപ്പനും വല്യമ്മയും വർത്താനം പറയുമ്പം മക്കളും കൊച്ചുമക്കളും ബൈബിള് ചരിത്രവും അബ്രഹാമിൻ്റെ ചരിത്രവും പൂർവ്വതാക്കന്മാരുടെ ചരിത്രവും അവിടെ ഇരുന്ന് കേട്ടുപഠിക്കുന്ന വരാന്ത ഉണ്ടായിരുന്നു. ആ വരാന്തയിൽ തറമക്കാർ വരുമ്പം ഭക്ഷണം കഴിക്കും. ചില പാടത്ത് പണിയുന്ന പണിക്കാരും ആ തിണ്ണയിലിരുന്ന് ഭക്ഷണം കഴിക്കും. ചൂടുള്ള മാർച്ച് മാസത്തിൻ്റെ സന്ധ്യകളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കും. അപ്പൻ പാള കൊണ്ട് വീശും, അമ്മ മനോരമ കൊണ്ട് വീശും, മക്കൾ കൈകൊണ്ട് വീശും, കോഴിപ്പട ചിറകുകൊണ്ട് വീശും, പട്ടിയും പൂച്ചി അപ്പുറത്തും ഇപ്പുറത്തും കിടക്കും. യൂണിറ്റി. ഇന്നിത് വല്ലതും ഉണ്ടോ? ഇന്ന് വരാന്ത ഉണ്ടേ തന്നെ ഉണ്ടാക്കിയിട്ട് ഗ്രില്ല് വെച്ച് മൊത്തം കൊട്ടി അടയ്ക്കും. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു ബോർഡ് വെക്കും, ഇംഗ്ലീഷിൽ വരാന്ത. അത് വേണമെങ്കിൽ നമുക്ക് വരണ്ട എന്നൂടെ വായിക്കാൻ പറ്റും. കാരണം ആരും വരണ്ട ഇവിടെ. ഇവിടെ ഞങ്ങളുടെ സൗകര്യം, ഞങ്ങളുടെ ലോകം. ഇപ്പോൾ ദൈവം തന്ന ഒരു കുടുംബം, അത് സ്നേഹത്തിൻ്റെ കുടുംബം, മക്കളും മാതാപിതാക്കളും ഒരുമിച്ചിരിക്കുന്ന കുടുംബം. അപ്പോൾ ഈ കൂട്ടത്തിൽ മക്കളും ഒരു കാര്യം ഓർക്കണം. തമിഴൻ്റെ ബൈബിളാണ് തിരുക്കുറൾ. തിരുക്കുറൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്ലോഗൻസ്, ചെറിയ ശ്ലോകങ്ങൾ. അതിൽ തിരുവെള്ളാവൂർ തിരുക്കുറളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര്, അമ്മയാര്? ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര്, അമ്മയാര്? ഉത്തരം: നല്ല ശമ്പളവും സൽപ്പേരുമുള്ള മക്കളെ ലഭിക്കുന്ന അപ്പനും അമ്മയുമാണ്. 2, വാർദ്ധക്യത്തിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളാണ്. കുടുംബ പാരമ്പര്യം കളയാതെ സൂക്ഷിക്കുന്ന മക്കളുള്ള ഗ്രാൻഡ് പേരൻസാണ്. തിരുക്കുറൾ പറയും, തിരുവെള്ളാവൂർ തിരുക്കുറളിൽ പറയും, ഇതൊന്നുമല്ല, ഏറ്റവും ഭാഗ്യമുള്ള അപ്പൻ അമ്മ ആരെന്ന് ചോദിച്ചാൽ മക്കളെ നോക്കി നാട്ടുകാർ അപ്പനോടും അമ്മയോടും ചോദിക്കണം, ഈ ടൈപ്പ് മക്കളെ ലഭിക്കാൻ നിങ്ങൾ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്? ഇങ്ങനെയുള്ള മോനെ ലഭിക്കാൻ, മോളെ ലഭിക്കാൻ നിങ്ങൾ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്? ആ ചോദ്യം കേൾക്കുന്ന അപ്പനും അമ്മയും മക്കളെ പ്രതി ആനന്ദിക്കും. ഇന്ന് പകലോമറ്റും കരിമ്പന്നൂർ കുടുംബയോഗത്തിൻ്റെ നമ്മുടെ ഒരുമിച്ചുള്ള ഒരു ഒത്തുവരവിൻ്റെ ഈ ദിവസത്തിൽ ഒരു ആത്മശോധന കുടുംബത്തിൽ. ഒരു മാതൃകാ ഭർത്താവാണോ ഞാൻ? മാതൃകാ ഭാര്യയാണോ ഞാൻ? കുഞ്ഞുങ്ങൾക്ക് മാതൃക കൊടുക്കുന്നുണ്ടോ? മക്കൾ ഓർക്കണം, അപ്പനോടും അമ്മയോടുള്ള എൻ്റെ പെരുമാറ്റം എവിടെ, രീതി എവിടെ? ഒപ്പം നമ്മളുടേതായ സഭയുമായുള്ള ബന്ധം. എൻ്റെ സഭയോട് ചേർന്ന് നിൽക്കണം, എൻ്റെ വിശുദ്ധ സഭയോട് ഞാൻ ചേർന്ന് നിൽക്കണം. കൂതാശകൾ, പ്രാർത്ഥനാ ജീവിതങ്ങൾ,
അതില്ലാത്ത സമൂഹങ്ങളിൽ ബൈബിൾ പഠനങ്ങൾ, ആരാധനാ രീതികൾ, അതിനോടൊക്കെ വിശ്വസ്തത പാലിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഒപ്പം ആ ഭാഗമാണ് പാവങ്ങളെ സഹായിക്കുക. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കുടുംബയോഗം വിളിക്കുമ്പം ചിലയിടത്തെല്ലാം അപകടം, ഒരുമാതിരി അഷ്ടസും പാരമ്പര്യവും സ്റ്റാൻഡേർഡും പണമുള്ളവരൊക്കെ ഈ മീറ്റിങ്ങിന് വരും. ഒരു കൂട്ടം അപകൃതരായ കുറേ പേര് കുടുംബത്തിൽപ്പെട്ടവർക്ക് ഇവിടെ മുഖം കാണിക്കാൻ പറ്റാതെ നാണിച്ച് മാറിയിരിക്കും. ഒപ്പം എത്താൻ പറ്റുന്നില്ല, അങ്ങനെ മാറി നിൽക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സ്വത്തിൻ്റെ അംശം കുടുംബത്തിലെ ഇല്ലാത്തവരുമായി നമ്മൾ പങ്കുവെക്കണം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് സമ്പത്ത് കൊടുത്ത് പൈസയുള്ളവർ സഹായിക്കണം. മുഖം നഷ്ടപ്പെട്ടവർക്ക് ബലവും മുഖവും നൽകി കൈപിടിച്ച് നമ്മുടെ കൂട്ടായ്മയുടെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരണം. ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടല്ലോ എന്നോർത്ത് അഭിമാനിക്കുകയല്ല. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ആരെങ്കിലും എത്താതുണ്ടോ അവരെയും കൂടെ നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് കുടുംബയോഗത്തെ പൂർണ്ണമാക്കുക, ദൈവാനുഗ്രഹമുള്ള കുടുംബമായിട്ട് നമ്മൾ ജീവിക്കുക. സ്വർഗത്തിലേക്കുള്ള വിസ പാവങ്ങളോട് കാണിക്കുന്ന കരുണയാണ്. സ്വർഗത്തിലേക്കുള്ള വിസ പാവങ്ങളോട് കാണിക്കുന്ന കരുണയാണ്. മത്തായി സുവിശേഷം 10:42. ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പോൾ എനിക്കതിനെയാണ് ചെയ്ത്. അങ്ങനെ പാവങ്ങളെ സഹായിച്ച്, കുടുംബ യൂണിറ്റിലെ പാവങ്ങളോട് കരുണ കാണിച്ച്, എൻ്റെ സഭയെ സ്നേഹിച്ച്, ദേവാലയത്തെ സ്നേഹിച്ച്, കൂദാശികളെ സ്നേഹിച്ച്, പട്ടക്കാരെയും മേൽപ്പെട്ടക്കാരെയും നമ്മളെ വചനം പഠിപ്പിക്കുന്ന ഉപദേശകരെയും ഒക്കെ ആദരിച്ചും ബഹുമാനിച്ചും നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി, നല്ല പിതാവായി, നല്ല മാതാവായി, നല്ല മക്കളായി ജീവിക്കുവാൻ. അങ്ങനെ കാനായിലെ വിവാഹ വിരുന്നിൽ യേശു കാണിച്ച വലിയ അത്ഭുതം ഒരു കുടുംബത്തെ ബലപ്പെടുത്തി അതനുഭവിക്കാൻ നമുക്കും ഭാഗ്യമുണ്ടാകട്ടെ. ഭൂമിയിൽ ത്രിത്വത്തിൻ്റെ പതിപ്പായ കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. ആ ഭാഗ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വന്നവനും വീണ്ടും വരുവാനുള്ളവനുമായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.